ഹലോ നമസ്കാരം. ഇപ്പോൾ മലയാള ന്യൂസ് ചാനലുകളിൽ ഒരു പുതിയ ന്യൂസ് ചാനൽ വരുന്നുണ്ട്, ബിഗ് ടി വി എന്ന് പറയുന്നത്. ഇത് 24നെ സംബന്ധിച്ചിടത്തോളം, റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭീഷണി തന്നെയാണ്. കാരണം ഇവരുടെ ന്യൂസ് അവതാരകന്മാരാണ് ഭൂരിപക്ഷവും ബിഗ് ടി വിയിലോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഏഷ്യനെറ്റും, രണ്ടാം സ്ഥാനത്ത് ബിഗ് ടി വി, മൂന്നാം സ്ഥാനത്ത് 24ഉമാണ്. ഇവരാണ് ന്യൂസ് ചാനലുകളിൽ ടോപ്പ് 3യിലുള്ളത്. എന്നാൽ ഈ ടോപ്പ് 3യിലോട്ട് ഇപ്പോൾ പുതിയ ചാനലായിട്ടുള്ള ബിഗ് ടി വി ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്തായാലും ബിഗ് ടി വിയിലോട്ട് പോയത് ഒന്ന് റിപ്പോർട്ടർ ടിവിയുടെ സുജയ് പാർവതി, അതുപോലെ തന്നെ മീഡിയ വണ്ണിൽ വർക്ക് ചെയ്ത വേണു ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ 24ൽ വർക്ക് ചെയ്ത എസ് വിജയകുമാർ, അതുപോലെ തന്നെ ജോഷി പില്ലിയൻ, അതുപോലെ തന്നെ 24ൽ വർക്ക് ചെയ്ത മറ്റൊരു അവതാരികരായിട്ടുള്ള ലക്ഷ്മി പത്മ, ഇതുപോലെയുള്ള വമ്പൻ സ്രാവുകളാണ് ഇപ്പോൾ പല ന്യൂസ് ചാനലുകളിൽ നിന്ന് ബിഗ് ടി വിയിലോട്ട് പോയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് സുജയ് പാർവതി പോയത് തന്നെയാണ്. ഏകദേശം റിപ്പോർട്ടർ ടി വിയിൽ 2 ലക്ഷം രൂപ മാസ ശമ്പളം കിട്ടിയാൽ ഏകദേശം മാസം 7 ലക്ഷത്തിനാണ് ബിഗ് ടി വിയിലോട്ട് പോയത്. അതൊരു റെക്കോർഡ് സാലറിയാണ്. ഇപ്പോൾ മലയാള ന്യൂസ് ചാനലുകളിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്നത് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നമ്മുടെ അരുൺ കുമാറാണ്. ഏകദേശം 10 ലക്ഷം രൂപയാണ് റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് സാലറി വാങ്ങുന്നത്. രണ്ടാം സ്ഥാനത്ത് നമ്മുടെ ഹാഷിമിയാണ്. 24ൽ നിന്ന് 5 ലക്ഷം രൂപയാണ് മാസ ശമ്പളം കിട്ടുന്നത്. എന്നാൽ ഇതിലോട്ടാണ് നമ്മുടെ ഇപ്പോൾ സുജയ പാർവതി കടന്നത്. ഹാഷിമിയെ വെട്ടിക്കടന്ന് ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ന്യൂസ് ചാനൽ അവതാരകരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന കൂട്ടത്തിൽ 7 ലക്ഷമാണ് സുജയ് പാർവതി വാങ്ങുന്നത്. അതുപോലെ തന്നെ അരുൺ കുമാർ 10 ലക്ഷം രൂപയാണ് മാസ ശമ്പളം വാങ്ങുന്നത്. അതുപോലെ തന്നെ 24ന്റെ ഉടമയായിട്ടുള്ള നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഏകദേശം 30 ലക്ഷം ഒരു മാസം സാലറി വാങ്ങുന്നുണ്ട് എന്നുള്ളത് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് എത്രത്തോളം വിശ്വസനീയതയാണ് എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ശ്രീകണ്ഠൻ നായർ 24 എന്ന് പറയുന്ന ന്യൂസ് ചാനലുടെ ഉടമയും ചാനലിൻ്റെ എഡിറ്ററുമാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഇപ്പോൾ ഇതൊരു ബിഗ് ടി വി വരുന്നതോടുകൂടി ന്യൂസ് ചാനലുകൾ ഒന്നും പാടും മത്സരത്തിലായി. കാരണം പല റിപ്പോർട്ടർ ടി വിയുടെയും 24ൻ്റെയും കൂടുതൽ റിപ്പോർട്ടർമാരും അവതാരകന്മാർ പോകുന്നത് കൊണ്ട് തന്നെ ഇതിലുള്ള ചാനൽ അവതാരകരുടെയും റിപ്പോർട്ടർമാരുടെയും സാലറി കൂട്ടി എന്നുള്ളത്, അവരുടെ മാസ ശമ്പളം കൂട്ടി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂസ് ചാനലുകൾ തമ്മിൽ വലിയ തോതിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.